സ്വകാര്യ പങ്കാളിത്തം പൂർണ്ണമായും പ്രോത്സാഹിപ്പിച്ചും നിക്ഷേപകരെ ആകർഷിക്കാൻ ഭൂപരിഷ്കരണത്തിൽ മാറ്റം വരുത്തിയും കന്നി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കാൻ മിഷൻ സമുദ്രയും ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴിയും പ്രഖ്യാപിച്ചു. കിഫ്ബി പൊളിച്ചു പണിയും. അതിനായി വിദഗ്ധ സമിതി പഠനം നടത്തും. 10 വർഷത്തിനു ശേഷം അധികാരത്തിലേറുന്ന UDF സർക്കാർ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ നിന്നുമാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങൾ തേടുന്ന സർക്കാരിന് ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്താനാകില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന തുറമുഖ വകുപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് വൻകിട നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത്. കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ വിജ്ഞാന ഹബ്ബായും കൊല്ലത്തെ ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമി തലസ്ഥാനമായും മാറ്റും. അതേസമയം സ്വകാര്യ നിക്ഷേപത്തെ സഹായിക്കുന്ന സർക്കാർ നയത്തെ ചൊല്ലി ആദ്യ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടി. നേരത്തെ അവതരിപ്പിച്ച ധവളപത്രത്തിന്റെയും പ്രധാനപ്പെട്ട ഊന്നൽ സ്വകാര്യ മേഖലക്ക് നല്ല അവസരം കൊടുക്കലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ച UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലും കാണാൻ കഴിയുന്നത്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പോൾ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. കിഫ്ബിയുടെ വൻ ബാധ്യത ഒഴിവാക്കാൻ പദ്ധതി പൂർണ്ണമായും പൊളിച്ചെഴുതും. ഇത് പഠിക്കാനായി വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. നിലവിൽ ആസൂത്രണ ബോർഡിന്റെ ഘടന മാറ്റി കൂടുതൽ ആശയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്ന തിങ്ക് ടാങ്കായി പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.